ആദ്യം എന്റെ മുഖം പൊള്ളി, ഇപ്പൊ എന്റെ കൈയും പൊള്ളിച്ച് സാമുദ്രോഹി കൊല്ലടി എന്നെ. അയ്യോ ക്ഷമിച്ചേ. അയ്യോ എന്റെ ദേവിയെ, അയ്യോ എന്റെ ദേഹം പൊള്ളി. ഷാമിച്ചി എന്താ പറ, എന്താ പറ്റിയ? ഒന്നുമില്ല, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല. ആ ചേട്ടാ, ദേ നോക്കി, വിസ്മയ അരുന്ധതി മേഡം വന്നിരിക്കുന്നു. അങ്ങോട്ട് ചെന്നേ. നമസ്കാരം മേഡം. നമസ്കാരം. അകത്തേക്ക് വരൂ. വരൂ. വരൂ മേഡം. ഹലോ മേഡം. വിസ്മയ. വിസ്മയ. വിസ്മയ വീണ്ടും കാണാൻ പറ്റിയ സന്തോഷം. വിസ്മയുടെ പാട്ട് കേൾക്കാന്ന് കരുതിയ തിരക്കെല്ലാം മാറ്റിവെച്ച് ഞാൻ വന്നത്. അതിന് ഇവിടെ മോള് പാടുന്നില്ലല്ലോ. അത് പറഞ്ഞാ പറ്റില്ല. ചടങ്ങിന് വിസ്മയുടെ പാട്ട് കാണൂന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞുപോയി. അതെ, വിസ്മയ ചേച്ചി ഇപ്പൊ ഒരു പാട്ട് പാടുവോ? ഞങ്ങളുടെ ആഗ്രഹമാ. ഈശ്വര, വല്ലാത്ത ഒരു കുരുക്കിലാണല്ലോ വന്ന് അകപ്പെട്ടിരിക്കുന്നത്. വിസ്മയ പാടണം. വിസ്മയ പഠിക്കണ്ട, പാട്ട് പാടിക്കോ, ഞങ്ങളും കേക്കട്ടെ. എല്ലാവരുടെയും ആഗ്രഹമല്ലേ വിസ്മയ? ഒരു പാട്ട് പ്ലീസ്, അത് മതി. പാട് വിസ്മയ. പ്ലീസ് ഒരു നിമിഷം, ഇപ്പൊ വരാം. വന്നേ. പാട്ട് ഏതാന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാവും. മമ്മി, ഇതാകെ പ്രശ്നമാവില്ലേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇങ്ങനെ ഒരു ചതി ഞാനും പ്രതീക്ഷിച്ചില്ല മോളെ. എല്ലാവരും അത്ര റിക്വസ്റ്റ് ചെയ്ത് പറയാ, പാടിയില്ലെങ്കിൽ വിസ്മയ അഹങ്കാരിയാണെന്ന് പറയും. ഒക്കെ ശരിയാ, പക്ഷെ പാടാൻ നമ്മൾ എന്ത് ചെയ്യും? മമ്മി, എങ്ങനെയെങ്കിലും നമുക്ക് ശ്യാമയെ വരുത്താം. നടക്കാത്ത കാര്യം എന്തിനാ പറയുന്ന മോളെ? ഇനി എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ശ്യാമ വരില്ല. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ടീച്ചറാ? നീ ധൈര്യമായിട്ട് നിൽക്കും മോളെ. അവര് നിർബന്ധിക്കുമ്പോ സുഖമില്ല, തൊണ്ട വയ്യ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിന്നു പറ്റാം. അമ്മയല്ലേ നിന്റെ കൂടെയുള്ളേ. നമ്മളിവിടെ അധിക നേരം സംസാരിച്ചു നിന്നാ പറ്റില്ല. വാ, ശരിക്കും അസുഖം അഭിനയിച്ചോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. വാ. ചടങ്ങിനുള്ള മുഹൂർത്തമായി, തുടങ്ങാം. ചടങ്ങ് നടക്കട്ടെ, ഒപ്പം വിസ്മയുടെ പാട്ടും. എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ എനിക്ക് പാട്ട് പാടാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ
എന്റെ തൊണ്ട ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയിലാ. കഴിഞ്ഞ വീക്കിൽ സിംലയിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാം. അവിടെ വലിയ തണുപ്പല്ലേ, പെട്ടുപോയി. ആ അതെ അതെ ശരിയാ. ഫ്ലൈറ്റില് നാട്ടിലെത്തിയപ്പോ മുതല് ചെറിയ പനിയും തൊണ്ടയ്ക്ക് പ്രശ്നവും. വല്ലാത്ത അവസ്ഥയായിപ്പോയി. ഇത് ചെറിയ ഫംഗ്ഷൻ അല്ലേ, ശബ്ദം കുറച്ച് പാടിയാ മതി. പറ്റില്ല. നെക്സ്റ്റ് വീക്ക് ദുബൈയിൽ മലയാളി അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമാ. ഇപ്പോഴേ തൊണ്ട സൂക്ഷിക്കണം. ശ്യാമ ടീച്ചർ വന്നു. എന്നെ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറാ. ടീച്ചറെ പാട്ട് നല്ല രസമാ. വിസ്മയും ശ്യാമയും കൂടെ പാടട്ടെ. പാടൂ. അത് ഞാൻ കുട്ടികളെ അത്യാവശ്യത്തിന് പാടി പഠിപ്പിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനൊരു ഫംഗ്ഷന് പാടാനുള്ള കഴിവൊന്നും എനിക്കില്ല. പറ്റുന്ന രീതിയിൽ പാടിയാ മതി. രണ്ടാളും കൂടെ പാടൂ, ഞങ്ങൾ കേൾക്കട്ടെ. മോളെ, ഒരു നിമിഷം ഒന്ന് വന്നേ. സോറി, ഞാൻ ഇപ്പൊ വരാവേ. ഇങ്ങോട്ട് വന്നേ. എങ്ങനെയെങ്കിലും ശ്യാമയെ സമ്മതിപ്പിച്ച് നിനക്ക് വേണ്ടി പാടിപ്പിച്ചാലോ? എങ്ങനെ ഇത്ര പെട്ടെന്ന് അതിനുള്ള അറേഞ്ച്മെന്റ് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്തായാലും നമ്മൾ വലിയൊരു ട്രാപ്പിലായി, രക്ഷപ്പെട്ടേ പറ്റൂ. എങ്ങനെ? മമ്മി, ശ്യാമ പാടട്ടെ. അതെങ്ങനെ സമ്മതിപ്പിക്കാൻ പറ്റും? ഒരിക്കലും അത് നടക്കില്ല. എന്റെ മമ്മി, അവള് പാടിയാ ഞാൻ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ അവരെല്ലാരും കൂടി വീണ്ടും എന്നെ നിർബന്ധിക്കും. ഒടുവിൽ എല്ലാ കള്ളവും പൊളിയും. നിനക്കറിയല്ലോ, ശ്യാമ അങ്ങനെ പാടാൻ അനുവദിച്ച പ്രശ്നമാ. ഒടുവിൽ നിന്റെ പേര് പോവും. മമ്മി, അവളെ അങ്ങനെ അടിപൊളിയായിട്ട് പാടാനൊന്നും വിടണ്ട. മമ്മി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാ മതി. പാടാൻ ശരിക്കും അറിയാത്തവരെ പോലെ പാടി ഒപ്പിക്കാൻ. അപ്പൊ പ്രശ്നാവില്ലല്ലോ. എന്നാലും മോളെ, അത് വേണോ? എന്റെ മമ്മി, അങ്ങനെ പാടിയ പ്രശ്നം അവൾക്കാണ്. എന്തു പ്രശ്നം? ശ്യാമയുടെ പാട്ട് അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂന്ന് കേൾക്കുന്നവര് ധരിച്ചോളൂല്ലോ. അതൊരു ബുദ്ധിയാണല്ലോ. ആ പ്രഭയുടെ മോള് പറയുന്ന അമ്മ കേട്ടതല്ലേ ശ്യാമ ടീച്ചറുടേത് അടിപൊളി പാട്ടാണെന്ന്. ആ ഇമേജ് ഇതോടെ തീരും. ശരി, അപ്പോ നമുക്ക് അവിടേക്ക് ചെല്ലാം, അല്ലേ? ആ മമ്മി, ശ്യാമയോട് പരമാവധി മോശപ്പെടുത്തി പാടാൻ മമ്മി പറയണം, മറക്കണ്ട. അത് ഞാൻ ഏറ്റു. വാ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ നൂലുകെട്ടൽ ചടങ്ങ് ആഘോഷമാക്കാൻ എന്റെ മകള് ഒരു പാട്ട് പാടേണ്ടതായിരുന്നു. സോറി, വിസ്മയ്ക്ക് സുഖമില്ല. അതുകൊണ്ട് ശ്യാമ ചെറിയ രീതിയിൽ ഒരു പാട്ട് പാടും.
പരിചയക്കുറവ് കൊണ്ട് പാട്ടിൽ ചിലപ്പോ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നേക്കാം. എല്ലാവരും അത് പൊറുക്കണം. ചെറിയ രീതിയിൽ പാടുന്നവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. അങ്ങനെ ഒരു വലിയ മനസ്സായി എനിക്കുള്ളത്. ശ്യാമ പേടിക്കണ്ട, പാടിക്കോളൂ. പാട്ടെന്ന് പറഞ്ഞപ്പോ പാവം പേടിച്ചുപോയി. പേടിക്കണ്ട, പറ്റാവുന്ന രീതിയിൽ പാടിയാ മതി. തുടക്കമല്ലേ, തെറ്റൊക്കെ പറ്റാം, സാരമില്ല. പാട്ട് പാടാൻ ശരിക്കും പറഞ്ഞതാണോ? പിന്നെ ശരിക്കും പറഞ്ഞതാ. കുട്ടി പാടിക്കോളൂ. പിന്നെ പാടാൻ അനുവദിച്ചു എന്ന് കരുതി അങ്ങ് ഭംഗിയായിട്ട് പാടാനൊന്നും നിൽക്കണ്ട. പുതുതായിട്ട് പാടുന്നവരെ പോലെ പാടണം. ഇല്ലെങ്കിലേ നീ വിവരം അറിയല്ലോ. എന്താ ശ്യാമയോട് പറയുന്നേ? അത് മറ്റൊന്നുമല്ല. പാടാൻ ഭയന്ന് നിൽക്കുകയല്ലേ, പ്രോത്സാഹനം കൊടുത്തതാ. പാവം കുട്ടി ഭയന്ന് നിൽക്കുക. ഞാൻ ഒന്നുകൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കട്ടെ. ഒന്നുകൂടി പറയാം, ശരിക്കും നിന്റെ ശബ്ദം എടുത്ത് പാടരുത്. അങ്ങനെ സംഭവിച്ച ആ നോവ് ഞാൻ പിഴുതെടുക്കും. പാവത്തിന് ഇപ്പൊ ധൈര്യം വന്നു. ഇനി പാടിക്കോളൂ. ഹലോ, ആരാ? സാഗര മ്യൂസിക്കിന് വേണ്ടി പാടുമെന്നറിയാൻ വിളിച്ചതാ. ഓ, സാഗര മ്യൂസിക്. സോറി, ഒരു മിനിറ്റ്. എനിക്കൊരു എമർജൻസി കോൾ ഉണ്ട്. ഞാൻ ഇപ്പൊ വരാമേ. ഓക്കെ സർ, വീട്ടിലേക്ക് വന്നോളൂ. സാഗര മ്യൂസിക്കിന് വേണ്ടിയല്ലേ, വിസ്മയ പാടും. താങ്ക് യു സർ. മമ്മി എന്ത് ധൈര്യത്തിലാ പാടാൻ നമുക്ക് വാക്ക് കൊടുത്തത്? ശ്യാമ സമ്മതിക്കോ? ഒരിക്കലുമില്ല. പിന്നെ പ്രശ്നാവില്ലേ? അപ്പോ നീ ഇനി സന്യസിക്കാൻ പോവണോ? ഇതോടെ എല്ലാം അവസാനിപ്പിച്ചോ? ഇനിയും പ്രശസ്തി ആവാൻ ആഗ്രഹം ഇല്ലെന്നാണോ? എന്റെ ഭാവി ശ്യാമയുടെ കയ്യിലല്ലേ, അവള് സമ്മതിക്കണ്ടേ? അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതാണ് നമ്മുടെ മിടുക്ക്. മനസ്സിലായോ? എത്താറായോ? ശരി സാർ. ആനന്ദ് വർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? വലിയ ബിസിനസ്സുകാരനാ. വർമ്മ സ്പേസസിന്റെ ഓളിനോളാ. കേട്ടിട്ടുണ്ടോ? ആനന്ദ് വർമ്മയെ തന്നെ വിളിച്ചിരുന്നേ. ദാ ഇപ്പൊ ഇവിടെ എത്തും. എന്നോട് വലിയ കാര്യാ, അതാ വരാന്ന് സമ്മതിച്ചേ. വന്നേ, അകത്തോട്ടൊന്നേ. ആയിക്കോട്ടെ. മോളെ, ആ ആനന്ദവർമ്മ ഇവിടേക്ക് വരിക. മമ്മി, ശ്യാമ പാടുമെന്ന് വർമ്മയ്ക്ക് അറിയില്ലല്ലോ. ആ പ്രശ്നാവില്ലേ? ശ്യാമ പാടുന്നത് വർമ്മ കേട്ട പ്രശ്നോ? ഒടുവിൽ വർമ്മ നമ്മുടെ എഗ്രിമെന്റ് അറിഞ്ഞാൽ അതിന്റെ ദോഷം നമുക്കാ. അവള് ശരിക്ക് പാടുന്നില്ലല്ലോ. പാടീന്ന് വരുത്തുന്നല്ലേ ഉള്ളൂ. അപ്പൊ പ്രശ്നമില്ല. എന്നാലും പ്രശ്നോ? ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ട. നീ വാ. എന്തു വന്നാലും അവളെ കൊണ്ട് പാടിക്കരുത്. വേഗം വാ.
ശ്യാമ, ശ്യാമ, എന്റെ മകന്റെ ഭാര്യ. എന്റെ മോളാ. ഇതാരാ? വരൂ അച്ഛാ. കേറി വരൂ. ദേവകിയെ, നമസ്കാരം. വർമ്മ സാർ. നമസ്കാരം. മോളെ എവിടെ വെച്ചാ കണ്ടേ? ശ്യാമ പോയ ഫംഗ്ഷൻ ഞാനും ഉണ്ടായിരുന്നു. ആഹാ. കുടിക്കാൻ സംഭാരമുണ്ട്, എടുക്കട്ടെ? വേണ്ട, അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാ ഞങ്ങൾ ഇറങ്ങിയ. അല്ലെങ്കിൽ തന്നെ ഞാൻ നല്ലൊരു പാട്ട് കേട്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുക. എന്ത് ഗംഭീരമായിട്ടാണ് ശ്യാമ പാടിയത്. എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. അതിന് മോളവിടെ പാടിയോ? പാടി, അത്രയ്ക്ക് നന്നായിട്ട് പാടി. എന്തൊരു സ്വരമാധുരി. സത്യത്തിൽ ശ്യാമ എന്റെ മകന്റെ ഭാര്യ എന്ന് പറയുന്നതിൽ ശരിക്കും എനിക്ക് അഭിമാനം തോന്നുന്നു. ആ പാട്ട് എന്റെ മനസ്സിനെ ഇപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിക്കുകയാണ്.